പ്യാരെ ദോസ്തോ ആദാബ്. പ്രിയ കൂട്ടുകാരെ, 7ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയുടെ ഉറുദു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലും അതിലെ പൊതുനിർദ്ദേശങ്ങളാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ലാസ്റ്റ് തന്ന ഒരു നിർദ്ദേശം നോക്കൂ, 8 പ്രവർത്തനങ്ങളിൽ 5 ചെയ്യുക എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ 6 പ്രവർത്തനങ്ങളിൽ 5 ചെയ്യാൻ പറയും. ഒന്നാമത്തെ ചോദ്യം നോക്കൂ, രാകേഷ് സുബഹ് സവേരെ ഉട. രാകേഷ് അതിരാവിലെ എണീറ്റു. അബ്ബാജാൻ കെ സാദ് ദൗഡ്നെ ഗയ. അച്ഛൻ്റെ കൂടെ ഓടാൻ പോയി, രാവിലെ ജോഗിങ്ങിന് പോയി. രാസ്തേമേ ഏക് ഖൂബ്സൂറത്ത് ബാഗ് ദേഖ. വഴിയിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടം കണ്ടു. തുടർന്ന് വരുന്നത് ഏതാനും വരികൾ. ആവോ ആവോ ബാഗ് മേ ജായേ, ബാഗ് മേ ജായേ ജി ബഹ്ലായേ, चल कर देखे फूल रंगीले, फूल रंगीले नीले पीले, अच्छे अच्छे प्यारे प्यारे, जैसे हो ആകാശ में താരെ. ഇതാണ് ആ തോട്ടത്തെക്കുറിച്ച് പാടിയ പാട്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം അഷാർ ഓർസെ പഠിയേ. ഈ വരികൾ വായിച്ചിട്ട് ദോ ഹമ്മാവാസ് അൽഫാസ് ചുൻകർ ലിഖി. 2 റൈമിംഗ് വേർഡ്സ് എഴുതാനുള്ളതാണ്. അപ്പോൾ അതിൽ ഉദാഹരണം കൊടുത്തത് ജായെ ബഹ്ലായെ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ എഴുതേണ്ടില്ല. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും വരികളിലുള്ളതാണ് ഇപ്പോൾ ഉദാഹരണം കൊടുത്തതെങ്കിൽ നമുക്ക് മൂന്നാമത്തെയും നാലാമത്തെയും വരികളിൽ നോക്കൂ. രംഗീലെ പീലെ, ആ മൂന്നാമത്തിൻ്റെ അവസാനം രംഗീലെ എന്ന് കണ്ടില്ലേ, അതും നാലാമത്തേൻ്റെ അവസാനം എഴുതിയ പീലെ. രംഗീലെ പീലെ എന്നുള്ളത് റൈമിംഗ് വേർഡാണ്. അതുപോലെ ലാസ്റ്റത്തെ 2 വരികളിൽ പ്യാരെ താരെ, അത് റൈമിംഗ് വേർഡ്സിൽ പറ്റും. എ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബി ആണ്. അഷാർ പഡ്കർ ബാഖെ ബാരേമേ 4 ജുംലെ ലിഖി. വരികൾ അല്ലെങ്കിൽ പാട്ട് വായിച്ചിട്ട് പൂന്തോട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന അതിനെക്കുറിച്ച് ജുംല തയ്യാറാക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞത് പോലെ തന്നെ ആയിരിക്കണം എന്നില്ല. പൂന്തോട്ടത്തെക്കുറിച്ച് ജനറലായിട്ട് നിങ്ങൾക്ക് അറിയുന്നതും എഴുതാം. ബാഗ് ഖൂബ്സൂറത്ത് ഹേ, പൂന്തോട്ടം മനോഹരമാകുന്നു. ബാഗ് മേ ഫൂൽ ഹേ, തോട്ടത്തിൽ പൂക്കളുണ്ട്. ബാഗ് മേ പൗദേ ഹേ, പൂന്തോട്ടത്തിൽ ചെടികളുണ്ട്. അങ്ങനെ എഴുതാം. മുജെ ബാഗ് പസന്ത് ഹേ, എനിക്ക് പൂന്തോട്ടമൊക്കെ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ ഈ വരികളിൽ പറഞ്ഞ പോലെയും എഴുതാം. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ പദ്യത്തിനെ ഗദ്യമാക്കിയിട്ട് അങ്ങനെയും തിരിച്ചു മറിച്ചൊക്കെ എഴുതാം. ഓക്കെ, ഇതിൽ പറഞ്ഞതിൻ്റെ മീനിങ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞുതരാം. ആവോ ആവോ ബാഗ് മേ ജായേ, വരൂ നമുക്ക് പൂന്തോട്ടത്തിലോട്ട് പോവാം. ബാഗ് മേ ജായേ ജി ബഹ്ലായേ, നമുക്ക് അവിടെ പോയിട്ട് ആഹ്ലാദിക്കാം, സന്തോഷിക്കാം. ചൽക്കർ ദേഖേം പൂല് രംഗീലെ, വ്യത്യസ്ത നിറങ്ങളിലുള്ള പൂക്കളെ നമുക്ക് കാണാം. പൂല് രംഗീലെ നീലെ പീലെ, നീലയും മഞ്ഞയുമായിട്ടുള്ള പൂക്കളെ നമുക്കവിടെ കാണാം. അച്ചേ അച്ചേ പ്യാരെ പ്യാരെ, നല്ല പ്യാരെ പ്രിയപ്പെട്ട മനോഹരമായ ഈ പൂക്കളൊക്കെ എങ്ങനെയാണ്. ജേസേ ഹൂം ആകാശമേ താരെ, ആകാശത്തിൽ നക്ഷത്രങ്ങൾ എങ്ങനെയൊക്കെ തിളങ്ങി നിൽക്കുന്നത് അതുപോലെയാണ് ഈ പൂന്തോട്ടത്തിലെ പൂക്കൾ എന്നാണ് ഈ വരിയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ എഴുതാനുള്ളത് പൂന്തോട്ടത്തെക്കുറിച്ച് ജനറലായിട്ട് പറഞ്ഞ പോലെ എഴുതിയാൽ മതി. രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ. ആജ് ഖാലാജാൻ കി ബേട്ടിക്ക് ഷാദി ഹേ, ഇന്ന് ആൻറ്റിയുടെ മകളുടെ കല്യാണമാകുന്നു. ഖാലാജാൻ എന്ന് പറഞ്ഞാൽ പല നാട്ടിലും പല രൂപത്തിലാണ് പറയാം. ആൻറ്റി ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാണ്. ദാദി മാം ജാനെ കി തയ്യാരി മെത്തി, അമ്മമ്മ അല്ലെങ്കിൽ ഉമ്മമ്മ ആ കല്യാണത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ദാദി മാം കോ ദേഖ് കർ രാകേഷിനെ പൂച്ച, അമ്മമ്മയെ കണ്ടപ്പോൾ രാകേഷ് ചോദിക്കുകയാണ്, ദാദി മാം ആപ്പ് കഹാം ജാ രഹി ഹേ, നിങ്ങൾ എവിടേക്കാണ് പോണത്? അപ്പോൾ ദാദിമാം അതിന് മറുപടി പറയണം. ആ ഒരു മറുപടി എന്താണെന്നുള്ളതും തുടർന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സംഭാഷണ രൂപത്തിൽ പൂരിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ദാദിമാം പറയേണ്ട മറുപടി എന്തായിരിക്കും? ഹം ഷാദിഗർ ജാത്തേ ഹൈ, നമ്മൾ കല്യാണത്തിനാണ് മോനെ പോകുന്നത്. അപ്പോൾ രാകേഷ് തുടർന്ന് ചോദിക്കുന്നത് ഹം കബ് ജായെങ്കെ, അപ്പോൾ നമ്മൾ എപ്പോഴാണ് പോകുന്നത്? കബ് ജായെങ്കെ. അപ്പോൾ ദാദിമാം തീർച്ചയായിട്ടും പറയും ഹം 10 ബജെ ജായെങ്കെ, നമ്മൾ 10 മണിക്ക് പോകും അല്ലെങ്കിൽ 9 മണിക്ക് പോകും. അപ്പോൾ രാകേഷ് ഹം കേസേ ജായെങ്കെ, നമ്മൾ എങ്ങനെയാണ് പോവുക? വണ്ടിയിൽ, ഗാഡിയിലാണ് പോകുന്നത്. ഹം ഗാഡി മേ ജായെങ്കെ എന്ന് എഴുതാം, അല്ലെങ്കിൽ ബസ്സിലാണ് ബസ് മേ ജായെങ്കെ, അങ്ങനെയൊക്കെ എഴുതാം. രാകേഷ് ടീക്ക് ഹേ, ടീക്ക് ഹേ എന്ന് പറഞ്ഞാൽ ടീക്ക് ഹേ ദാദിമാം. അടുത്ത മൂന്നാമത്തെ നോക്കൂ. മൂന്നാമത്തെ ആക്ടിവിറ്റി ഇത്തുവാർ കാ ദിൻ ത,
രാകേഷ് അപ്നി ദാദി മാം കെ സാത്ത് ഷാദി ഗർ ഗയ. ഇത്വാർ എന്ന് പറഞ്ഞാൽ നമ്മളറിയാം ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. അമ്മമ്മയുടെ കൂടെ എവിടുക്കാ പോയത്? ഷാദിഗർ ഗയ, കല്യാണ വീട്ടിലോട്ടാണ് പോയത്. അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ബച്ചോ ഷാദിക്ക് തസ്വീർ ഓർസെ ദേഖി. കല്യാണ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചിത്രമാണ് മുകളിൽ തന്നിട്ടുള്ളത്. അത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക എന്നുള്ളതാണ്. ഷാദിക്ക് ബാരേമേ 4 അൽഫാസ് തയ്യാർ കീജിയെ. കല്യാണമായിട്ട് ബന്ധപ്പെട്ട് 4 വേർഡ്സ്, 4 പദങ്ങൾ മാത്രം എഴുതുക. സെൻറ്റൻസ് ആയിട്ടല്ല എഴുതേണ്ടത്, ആദ്യം പദങ്ങളായിട്ടാണ് എഴുതുക. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കുക എന്തൊക്കെ ഉണ്ടാവും. താഴെ ഉദാഹരണം കൊടുത്തിട്ടില്ല, അത് സെൻറ്റൻസിലുള്ള ഉദാഹരണമാണ്. അപ്പോൾ നോക്കൂ, അതിൽ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം, കല്യാണ വീട് തീർച്ചയായിട്ടും ഡെക്കറേറ്റ് ചെയ്തിരിക്കും, അലങ്കരിച്ചിരിക്കും. സജാന എന്ന് എഴുതുക. കല്യാണ വീട്ടിൽ നമ്മൾ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാവും, ഷർബത്ത് എന്ന് എഴുതുക. അതുപോലെ ബിരിയാണി, പിന്നെ ദുൽഹൻ മണവാട്ടി പെണ്ണുണ്ടാവും, ദുൽഹ മണവാളൻ കല്യാണ ചെക്കൻ ഉണ്ടാവും, പിന്നെ റിശ്തദാർ നമ്മൾ കുടുംബക്കാർ, ഇതൊക്കെ എഴുതാം. അടുത്ത ചോദ്യം നോക്കൂ. ഇൻ അൽഫാസ് കി മദദ് സെ ഷാദി കെ ബാരെ മേ 4 ജുംല ലിഖി. കണ്ടെത്തിയ പദങ്ങൾ വെച്ചിട്ട് കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് 4 ജുംലകൾ എഴുതുക. ജുംല എന്ന് വെച്ചാൽ സെന്റൻസ് എഴുതുക. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ആ വേർഡ്സ് വെച്ചിട്ട് നോക്കുക. ആദ്യം നമ്മൾ എഴുതിയ സജാന എന്നല്ലേ, അതിൽ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, ഷാദിഗർ സജായ ഗയാഹെ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഒന്ന് കാര്യമായിട്ട് പിന്നെ അതിൽ വിട്ടുപോയ സംഗതി വെച്ചാൽ കല്യാണ വീടുകളിലൊക്കെ സാധാരണ മൈലാഞ്ചി അല്ലെ, മെഹന്തി എന്ന് എഴുതാം കേട്ടോ. മെഹന്തി ദുൽഹൻ മെഹന്തി ലഗീഹെ, മണവാട്ടി മൈലാഞ്ചി അണിഞ്ഞിട്ടുണ്ട്. ഷർബത്ത് എന്നുള്ളത് നമ്മൾ ജുംലാക്കുമ്പോൾ ഹർ തറഹ്കെ ഷർബത്ത് മിൽത്തേ ഹെ, പല രൂപത്തിലുള്ള പാനീയങ്ങൾ ഷർബത്തുകൾ കിട്ടുന്നു കല്യാണ വീട്ടുകളിൽ. പിന്നെ ബിരിയാണി നമ്മൾ നേരത്തെ എഴുതിയെങ്കിൽ അതിന് നമ്മൾ ജുംലാക്കി നോക്കൂ. ഷാദിഗർമേ ബിരിയാണി മിൽത്തേ ഹെ എന്ന് എഴുതാം. പിന്നെ ദുൽഹൻ ദുൽഹ പറഞ്ഞു, ഷാദിഗർമേ ദുൽഹൻ ഹെ, കല്യാണ വീട്ടിൽ മണവാട്ടിയുണ്ട്. അതുപോലെ ഷാദിഗർമേ ദുൽഹ ഹെ. ഈ നാലാമത്തെ പ്രവർത്തനം നോക്കൂ. രാകേഷ് അപ്പിനെ ദോസ്തോ കെ സാത്ത് സ്കൂൾ പഹുഞ്ച. രാകേഷ് തന്റെ കൂട്ടുകാരോടൊപ്പം സ്കൂളിലെത്തി. ടീച്ചർ ഏക് കഹാനി സുനാനെ ലഗി. ടീച്ചർ ഒരു കഥ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഗന്നെ ജംഗൽ മേ ഏക് ദിൻ ആഗ് ലഗി ഹെ. കൊടും വനം, ഒരു ദിവസം തീ പടർന്നു. പേട് പൗദേ ബേൽ ബോട്ടെ ജൽ രഹേ ഹെ. അവിടുത്തെ മരങ്ങളും ചെടികളും തീയമർന്നു. ഓർ പരിന്തേ ഡർഖെ മാരെ ബാഗ് രഹേ ഹെ. പക്ഷികളൊക്കെ ഭയം കൊണ്ട്, ഡർഖെ മാരെ ഭയത്താൽ, പേടിയാല്, ബാഗ് രഹേ അവരൊക്കെ അവിടുന്ന് പറന്നകന്നു. ഏക് നന്നി ചിടിയ പാസ് കെ ചഷ്മേ സെ പാനി ലാ രഹി ഹെ. കുഞ്ഞിക്കിളി ഇതൊക്കെ കണ്ടിട്ട് എന്താ ചെയ്യണത്? ഇതുള്ള ഒരു ചഷ്മ എന്ന് പറഞ്ഞ അരുവിയാണ്. ചഷ്മേ സെ പാനി ലാ രഹി ഹെ, വെള്ളം കൊണ്ടുവരുന്നു. ഓർ ആഗ് പർ അടക് രഹി ഹെ, തീ അണക്കാൻ ശ്രമിക്കുന്നു. ഇന്ദ്രദേവ് യേ ദേഖ് രഹേ. ഇന്ദ്രദേവ് എന്ന് പറഞ്ഞാല് ഹിന്ദു മതവിശ്വാസ പ്രകാരം അവരുടെ ഒരു ദേവനാണ്. അപ്പൊ ഇന്ദ്രദേവ് ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. ഓ ഹസ്തേ ഹുയെ ചിടിയ സെ കഹനെ. ഇന്ദ്രദേവൻ പുഞ്ചിരിച്ചും കൊണ്ട് കുഞ്ഞിക്കിളിയോട്, നന്നി ചെടിയ യേ ക്യാ കർ രഹി ഹോ, നീ എന്താ ചെയ്യണത്? ജംഗൽ കി ആഗ് ബജാന ചാത്തി ഹോ, കാട്ടിലെ തീ നീ അണക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിച്ചു. കഥയുടെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പൊ നമുക്ക് ഇതിൽ വന്നത്. ഇനി അതിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾ. ബച്ചോ കഹാനി ഓർസെ പഠിയോർ സവാലോം കെ ജവാബ് ലിഖിയെ. എ ജംഗൽ മേ ക്യാ ക്യാ ഹെ. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യമാണ്. കാട്ടിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ള ചോദ്യത്തിന് അതാവൂല ഉത്തരം. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ച ഈ കഥാഭാഗത്ത് നിന്ന് കണ്ടെത്തേണ്ട ഉത്തരാണെങ്കിൽ കാട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നായിരിക്കും. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് ജംഗൽമേ ആഗ് ലഗി ഹെ. രണ്ടാമത്തത് നന്നി ചിടിയ പാനി കഹാംസെ ലായി. ആ കുരുവി, ആ കുഞ്ഞിക്കിളി വെള്ളം എവിടുന്നാണ് കൊണ്ടുവന്നത്? ചഷ്മേസെ. ചഷ്മ എന്ന് പറഞ്ഞാൽ അരുവിയാണ്. പാസ് കെ ചഷ്മേസെ, അടുത്തുള്ള അരുവിയിൽ നിന്നാണ് കുഞ്ഞിക്കിളി കൊണ്ടുവരുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ഇന്ദ്രദേവിനെ ചിടിയാസെ ക്യാ പൂച്ച. മൂന്നാമത്തെ ചോദ്യമാണ്. ഇന്ദ്രദേവൻ ആ കിളിയോട് എന്താണ് ചോദിച്ചത്? നന്നി ചിടിയ യേ ക്യാ കർ രഹി ഹോ, നീ എന്താ ചെയ്യണത്? ജംഗൽ കി ആഗ് ബജാന ചാത്തി ഹോ, നീ കാട്ടിലെ തീ അണക്കാനാണ് ശ്രമിക്കുന്നത് ചോദിച്ചില്ലേ. ജാൻവർ ഓർ പരിന്തേ ക്യൂ ഡർ ഗയേ. ഈ മൃഗങ്ങളും പക്ഷികളും എന്തിനാണ് പേടിച്ച് ഓടിയത് എന്നുള്ളതാണ്. ആ ജാൻവർ ഓർ പരിന്തേ ഡർഖെ മാരെ ബാഗ് രഹേ ഹെ, ജംഗൽ മേ ആഗ് ലഗി ഹെ എന്ന് എഴുതിയാൽ മതി. അഞ്ചാമത്തെ പ്രവർത്തനം നോക്കൂ. സ്കൂൾ മേ കൗമി ഗീത് കാ ഏക് മുക്കാബല ഹെ. രാകേഷിനെ ഏക് ഗീത് സുനായ. സ്കൂളില് ദേശഭക്തി ഗാന മത്സരം നടക്കുന്നുണ്ട്. രാകേഷ് അവിടെ ഒരു പാട്ട് പാടി. സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാരാ, ഹം ബുൽബുലെ ഹൈ ഉസ്കി യേ ഗുൽസിത്താൻ ഹമാരാ, പർവത് वो सबसे ऊंचा हमसाया आसमां का, वो संदरी हमारा, ओ पासिबान हमारा, गोदी में खेलती है कि हजारों नदियाँ, गुलशन है जिनके दम से रश के जिनान हमारा. അപ്പോൾ ഇതിന്റെ ആശയം ഞാൻ പറഞ്ഞു പോവാം. സാരെ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. ഹിന്ദുസ്ഥാൻ നമ്മുടെ എല്ലാ ലോകത്തെ, സാരെ ജഹാം സെ എല്ലാ ലോകത്തേക്കാളും എത്രയോ നല്ലതാണ് ഒന്നാമത്തെ വരിയിൽ പറയുന്നത്. പിന്നെ പറയുന്നത് ഹം ബുൽബുലേ ഹൈ, നമ്മൾ രാപ്പാടി പക്ഷികളാകുന്നു.
ഇസ്കി ഏതിൻ്റെ? ഇന്ത്യയുടെ, ഹിന്ദുസ്ഥാൻ്റെ. യേ ഗുലിസ്ഥാൻ ഹമാര ഇത് നമ്മുടെ പൂന്തോട്ടമാകുന്നു. യേ ഗുലിസ്ഥാൻ യേ ഹമാര ഗുലിസ്ഥാൻ ഹേ ഇത് നമ്മുടെ പൂന്തോട്ടമാകുന്നു, നമ്മളിതിലെ രാപ്പാടി പക്ഷികളാകുന്നു എന്നാ പറയുന്നത്. മൂന്നാമത്തെ പർബത് വോ സബ്സെ ഊഞ്ച ഹംസായ ആസ്മാനിക്ക. സബ്സെ ഊഞ്ച പർബത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഹിമാലയ പർവ്വതത്തെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഹിമാലയ പർവ്വതം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്, ആകാശത്തോളം മുട്ടി നിൽക്കുന്ന ഈ പർവ്വതത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓ സന്ദരി ഹമാര ഓ പാസിബാൻ ഹമാര ഇത് നമ്മുടെ രക്ഷകനും നമ്മുടെ കാവൽക്കാരനുമാകുന്നു എന്നാണ് പറയുന്നത്. ഗോദീമെ കേലെത്തി ഹൈ സിക്കി ഹസാറു നദിയ. ഗോദീമെ ആ താഴ്വാരങ്ങളിൽ തുള്ളിക്കളിക്കുന്ന കി ഹസാറു നദിയ ഈ ഹിമാലയ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹസാറോ നദി ആയിരക്കണക്കിന് ഉള്ള നദികൾ ഈ പർവ്വതത്തിന്റെ താഴ്വാരങ്ങളിൽ തുള്ളിക്കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ രൂപത്തിലാണ് ഇവിടെ കവിതയിൽ പറയുന്നത്. ലാസ്റ്റത്തെ ലൈൻ ഗുലിഷൻ ഹെ ജിൻ കെ ദംസെ റഷ്കെ ജിനാൻ ഹമാര. ഈ പൂന്തോട്ടം എത്തരത്തിലുള്ള പൂന്തോട്ടമാകുന്നു? റഷ്കെ ജിനാൻ ഹമാര എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗലോകങ്ങൾ പോലും കൊതിപ്പിക്കുന്ന, അസൂയ ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു പൂന്തോട്ടമാകുന്നു, മഹനീയ പൂന്തോട്ടമാകുന്നു നമ്മുടെ ഈ ഹിന്ദുസ്ഥാൻ എന്നുള്ളതാണ് ഇതിൽ കവിതയിൽ പറയുന്നത്. ഇസ് നസം കാ ഷായർ കോൻ ഹെ ഈ പാട്ടിന്റെ കവിതയുടെ ഷായർ ആരാണ്? ബ്രാക്കറ്റിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് അല്ലാമ ഇക്ബാൽ, മറ്റേ ജഗന്നാഥ് ആസാദ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലാമ ഇക്ബാൽ. ഇക്ബാലിന്റെ വരികളാണ് സാരെ ജഹാം സെ. ബച്ചോ ഇസ് നസം മേ ഷായർ വതൻ കെ ബാരെ മേ ക്യാ ബതാ രഹാ ഹെ. ഈ ഷായർ ഈ കവിതയിലൂടെ പാട്ടിലൂടെ എന്തെല്ലാം പറയാനാണ് ശ്രമിക്കുന്നത്, എന്തൊക്കെ പറയുന്നുണ്ട്? ഹമാര ഹിന്ദുസ്ഥാൻ അത് അങ്ങനെ ഓർഡറും തെറ്റിച്ച് എഴുതിയാൽ തന്നെ റെഡിയാവും. ഹമാര ഹിന്ദുസ്ഥാൻ സാരെ ജഹാൻ സെ അച്ചാ ഹേ എന്ന് എഴുതിയാൽ അതിലുണ്ട് ഹേ എന്ന് മാത്രം ചേർത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ലാസ്റ്റത്തെ ലൈൻ ആദ്യം എടുക്കുക, ഹമാര ഹിന്ദുസ്ഥാൻ സാരെ ജഹാൻ സെ അച്ചാ ഹേ. ഹേ എന്ന് മാത്രം നമ്മൾ പുറത്തുനിന്ന് കൂട്ടിക്കൊടുത്താൽ മതി. ഹം ബുൽബുലേ ഹൈ കി യേ ഗുലിസ്ഥാൻ ഹമാര. അപ്പോൾ അതും ലാസ്റ്റത്തെ ആ ലൈൻ എടുത്ത് നോക്കൂ. യേ ഹമാര ഗുലിസ്ഥാൻ ഹേ ഇത് നമ്മുടെ പൂന്തോട്ടമാകുന്നു. ഹം ബുൽബുലേ ഹൈ ഇത് നമ്മുടെ പൂന്തോട്ടത്തിലെ രാപ്പാടി പക്ഷികളാകുന്നു. നമ്മൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ ജനത. ഓക്കെ, ഹിന്ദുസ്ഥാൻ ഒരു പൂന്തോട്ടമാണെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ അതിലെ രാപ്പാടി പക്ഷികളാണ്. പർബത് വോ സബ്സെ ഊഞ്ച ഹംസായ ആസ്മാൻ കാ നേരത്തെ പറഞ്ഞല്ലോ. 6ാമത്തെ ആക്ടിവിറ്റി ഷാം ഖോ രാകേഷ് അപ്നെ ദോസ്ത് അൻവർ കെ സാത്ത് ബാസാർ ഗയ. വൈകുന്നേരം രാകേഷ് തന്റെ കൂട്ടുകാരൻ അൻവറിന്റെ കൂടെ ഇവിടെ പോയി? അങ്ങാടിയിൽ പോയി. ബാസാർ മേ അനാജ് ഓർ തർക്കാരിയോ കി ദുക്കാൻ. അപ്പൊ ഇനി നോക്കൂ, താഴെ ചെറിയൊരു ബോക്സ് തന്നിട്ടുണ്ട്. അതിൽ എഴുതിയത് ടമാറ്റർ, തക്കാളി, ദാല്, പരിപ്പ്, മിർച്ച്, മുളക്, ആലു, ഉരുളക്കിഴങ്ങ്, ചാവൽ, അരി. ചെന എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന മസാല എന്ന് പറയുന്ന തരം ഒരു പരിപ്പാണത്. സോ ഇൻ അനാജ് ഓർ തർക്കാരിയോ കോ മുനാസിബ് ഖാനോമേലി. അനാജിനെയും അതുപോലെ തർക്കാരി ഈ ധാന്യങ്ങളെയും പച്ചക്കറിനെയും ഒരു മോഡൽ കോളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതുക. അനാജ് എന്ന് പറയുമ്പോൾ അവിടെ ധാന്യങ്ങൾ എഴുതുക, തർക്കാരി ഉള്ളിടത്ത് പച്ചക്കറി എഴുതുക. അപ്പോൾ ടമാറ്റർ ഏതിലാ വരിക, ദാല് വരിക നിങ്ങൾ കണ്ടെത്തി എഴുതുക. അടുത്തത് ചോദ്യം പസന്ദീദ ഏക് അനാജ് യാ തർക്കാരി കെ ബാരെ മേ 4 ജുംലെ ലിഖിയെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പച്ചക്കറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ധാന്യം നിങ്ങൾ ജുംലയാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞത്. ടമാറ്ററിനെ കുറിച്ച് ഞാൻ ഒന്ന് പറയാം. അപ്പോൾ ടമാറ്ററിനെ കുറിച്ചാണ് എഴുതുന്നെങ്കിൽ ആദ്യം യേ ടമാറ്റർ ഹേ, ടമാറ്റർ ഖൂബ്സൂറത്ത് ഹേ. യേ ടമാറ്റർ ഇത് ടമാറ്റർ ആണ്. ടമാറ്റർ ഖൂബ്സൂറത്ത് ഹേ. ടമാറ്റർ സെ സാലൻ ബൻതാ ഹേ. അപ്പം തക്കാളി കൊണ്ട് നമ്മൾ കറി ഉണ്ടാക്കുന്നു. മുജെ ടമാറ്റർ പസന്ത് ഹേ. എനിക്ക് തക്കാളി ഇഷ്ടമാണ്. ഇസ്കാ രംഗ് ലാൽ ഹേ. ഇതിന്റെ നിറം ചുവപ്പാകുന്നു. 7ാമത്തെ പ്രവർത്തനം അൻവർ ഓർ രാകേഷ് നെ ബാസാർ കെ ഹോട്ടൽ സെ ഖാന ഖായ. അൻവറും രാകേഷും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. രാത് മേ രാകേഷ് കോ പേട്ട് മേ ദർദ് ഹോനെ ലഗ. രാത്രിയായപ്പോൾ രാകേഷിന് വയറുവേദന അനുഭവപ്പെട്ടു. ഓ അമ്മി കെ സാത്ത് ഡോക്ടർ കെ പാസ് ഗയ. അമ്മന്റെ കൂടെ ഡോക്ടറിന്റെ അടുത്തേക്ക് പോയി. ഡോക്ടറിനെ പൂച്ച. ഡോക്ടർ ചോദിക്കുകയാണ്, ഡോക്ടർ രാകേഷ് ബേട്ടെ ആജ് തുമ്നെ ക്യാ ഖായാ ഹെ. നീ ഇന്ന് എന്താണ് കഴിച്ചത്? ആജ് മേ പൊറാട്ട ഖായ. അപ്പോൾ ഡോക്ടർ അവിടെ എന്താ പറയേണ്ടത്? ബേട്ടെ പൊറാട്ട സിഹത് അല്ലെങ്കിൽ ഐസ്ക്രീം സിഹത് കെ ലിയെ ടീക്ക് നെഹി ഹെ. അപ്പോൾ രാകേഷ് ടീക്ക് ഹെ ഡോക്ടർ ശുക്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭാഷണം അവിടെ അവസാനിപ്പിക്കാം. 8ാമത്തെ പ്രവർത്തനം രാത് കോ രാകേഷ് ഏ കഹാനി പഠിനെ ലഗ. രാത്രി രാകേഷ് ഒരു കഥ വായിക്കുകയാണ്. സമീർ അപ്നി ദർദ് ബരി കഹാനി സുനാനെ ലഗ. സമീർ തന്റെ ദുഃഖഭരിതമായ കഥ പറയാൻ തുടങ്ങി. മേ ലാത്തൂർക്കാർ രഹനെ വാലാഹും. ഞാൻ ലാത്തൂർക്കാരനാണ്. മാംബാബ് ക ഇക്ലൂത്ത ബേട്ടാഹും എന്ന് പറഞ്ഞാൽ അമ്മയുടെ അച്ഛൻ്റെയും ഏക മകനാണ്. ഏക് രാത് കി ബാത് രാത്രി ഉണ്ടായ സംഭവം. മേ ഗഹരി നീന്ത് മേ ഥ. നീണ്ട നിദ്രയിലായിരുന്നു. ഡറാവനി ആവാസ് നെ മുझे ജഗായ. ഒരു പേടിപ്പിക്കുന്ന ഒരു ശബ്ദം ആണ് എന്നെ ഉണർത്തിയത്. ക്യാ ദേഖ്താഹും. ഞാൻ എന്തായി കാണുന്നത്? ഗർ കി ജഗ പത്രോം കാ ഢേർ ഹെ. വീട് നിന്നിരുന്ന സ്ഥലത്തൊക്കെ കല്ലിന്റെ ഒരു കൂമ്പാരമാണ്. ബാദ് മേ മാലൂം ഹുവ. അവസാനം മനസ്സിലായി കെ രാത് കോ ബഡാ ജൽസല ആയാത്ത. രാത്രി വലിയൊരു ഭൂകമ്പം നടന്നിട്ടുണ്ടായിരുന്നു. ഹസാറോൻ ലോഗ് മാരേ ഗയെ. ആയിരക്കണക്കിന് ആളുകൾ ഭൂകമ്പത്തിൽ മരിച്ചുപോയി. ഓർ ലാഖോം ബേഗർ ഹോഗെ. ലക്ഷക്കണക്കിന് ആളുകൾ ബേഗർ ഹോഗെ ഭവനരഹിതരായി, വീട് നഷ്ടപ്പെട്ടവരായി. അപ്പൊ ഇതിൽ 1ാമത്തെ ചോദ്യം നോക്കൂ. ബച്ചോ കഹാനി ഓർ സെ പഠിയെ ഓർ ഇഷാറോം കി മദദ് സെ 4 സവാലാ തയ്യാർ കീജിയെ. ആ സൂചകങ്ങൾ വെച്ചിട്ട് 4 ചോദ്യങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രവർത്തനമാണ്. കോനർ ആര്, ക്യൂം എന്തുകൊണ്ട്, കഹാം എവിടെ, ക്യാ ക്യാ എന്തെല്ലാം.
ഇത് വെച്ചിട്ടാണ് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം തന്നെ കോൻ എന്നുള്ളത്, കോൻ അപ്പനി ദർദ് ഭരി കഹാനി സുനാനെ ലഖ. അവിടെ സമീർ അപ്പനി ദർദ് ഭരി എന്നുള്ളടത്ത് ആ സമീറിനെ ഒഴിവാക്കിയിട്ട് കോൻ എന്ന് കൊടുത്താൽ മതി. രണ്ടാമത്തത് നമുക്ക് വേണ്ട ക്യൂം എന്തുകൊണ്ട് എന്നുള്ളതാണ്. ഹസാറോ ലോഗ് ക്യൂം ബേഗർ ഹോഗയെ, ആയിരക്കണക്കിന് ആളുകൾ ഇതുകൊണ്ടാണ് വീടില്ലാത്തവരായത്. മൂന്നാമത്തെ സമീർ കാ ഗർ കഹാ ഹെ, സമീറിന്റെ വീട് എവിടെയാകുന്നു. അടുത്തത് ക്യാ എന്നുള്ളതാണെങ്കിൽ ജൽസലെ മേ ക്യാ നുക്സാനാത് തെ, ഈ ഭൂകമ്പത്തിൽ എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അത്രയും കാര്യങ്ങളാണ് ഒന്നുകൂടി ചർച്ച ചെയ്തത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊക്കെ ചോദിക്കുക. ഓൾ ദ ബെസ്റ്റ്.